ആരാ? ആരാ? ആരാന്ന്? മുതലാളിയാണോ? പണിക്കാ? പണിക്ക് തന്നെ. എന്ത് വെള്ള ഷർട്ടും കൊണ്ടൊക്കെ ആയിട്ട്? ഇതേ കിട്ടിയുള്ളൂ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഈ സ്ഥലം നല്ല പരിചയമുള്ളത് പോലെ. അല്ല, ഇവിടെ ഇപ്പൊ എന്താ പണി? കപ്പ വിഴാനാ? തുടങ്ങിക്കോ. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? നമ്മാട്ടി എടുത്തില്ല. പിന്നെങ്ങനെ? ഒരു വഴിയുണ്ട്. കിട്ടി. വല്ലവന് പുല്ലു ആയുധം. വല്ലവന്? അത് എന്തോന്ന്? ആരോട് പറയാൻ? എന്തേലും ചെയ്. ഇത് ഭയങ്കര ചൂട്. വൈകിട്ട് മഴ കാണും. മണ്ണ് കട്ടിയില്ല. കുത്തി ഇളക്കി വലിച്ചൂരി എടുക്കാം. ഇതെടുക്കാം. വലിയ കിഴങ്ങായിരിക്കും. അതെ മുതലാളി. വലിയ കിഴങ്ങൻ. കിഴങ്ങൻ. യവനെ അങ്ങ് അവിച്ച് മുളകും പുളിയും കൂടെ അങ്ങ് ഉടച്ച് മറ്റവനായിട്ടൊരു പിടി അങ്ങ് പിടിക്കണം മുതലാളി. എത്ര നാളായി ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട്. അതെന്താ? ഒന്നും പറയണ്ട. കുറച്ചു കാലം അങ്ങ് വടക്കല്ലായിരുന്നു. അവിടെ ഈ ചപ്പാത്തി മാത്രമല്ലേ ഉള്ളൂ. വടക്കേ ഇന്ത്യയിലോ? വടക്കേ ഇന്ത്യ അല്ലെന്ന്, കേരളത്തിന്റെ അങ്ങ് വടക്ക്. അതെവിടെ? പള്ളിക്കുന്ന്.
മഴ വരുന്നുണ്ടോ? ഇരുട്ട് പോലെ. ന്യൂനമർദ്ദമായിരിക്കും. ആ, അതിപ്പോ എല്ലാ ദിവസവും ഉണ്ടല്ലോ. വീട്ടിൽ പോയിട്ട് കുറച്ച് നാളായി. നിന്റെ വീട് എവിടെയാണ്? അല്ലല്ല, എന്റെ വീട് ഇങ്ങോട്ടാ. അവിടെ ഒരു പണിയായിട്ട് പോയതാ. പിന്നെ അവിടെ അങ്ങ് കൂടി. മുതലാളി പണ്ട് എവിടെയാണ്? ആ, ഞാനും നാട്ടിൽ നിന്നൊക്കെ കുറച്ചു നാള് മാറി നിന്നതാ. മുതലാളി ആ പാലത്തിന്റെ ചുറ്റും കേട്ടിട്ടുണ്ടോ? എന്തൊരു കാടാ. ഒരാളെ കൊന്നിട്ടാ പോലും അറിയില്ല. നീ എന്തിനാ കൊല്ലുന്ന കാര്യമൊക്കെ പറയുന്നത്? മുതലാളി പേടിച്ചു പോയാ. ഞാൻ ഒരു പ്രയോഗത്തിന് പറഞ്ഞതല്ലേ. ഇവിടെ തന്നെ കണ്ടില്ലേ ഒരു കാട് അന്തരീക്ഷം. ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കാൻ പേടിയില്ലേ ഈ വിജനതയില്? ഏകാന്തത, അതാണ് എനിക്കിഷ്ടം. അതെന്താ വ്യത്യാസം? വിജനത ഇല്ലെങ്കിലും ഏകാന്തതയാകാം. ഏകനാവാൻ വിജനമാകണ്ടല്ലോ. ശോ, ഭയങ്കരം. മുതലാളി ഒരു ബുദ്ധിജീവിയാണ്. ഓ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടാ. പക്ഷെ നമ്മളപ്പോ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോ ചിലവന്മാരൊക്കെ കേറി വരും ശല്യം ഉണ്ടാക്കാൻ. ശികാരി വെറുതെ ശല്യമാണ്. ഇന്നെല്ലാവർക്കും എല്ലാവരും ശല്യം തന്നെ. ഓ തന്നെ. ഈ ശല്യം ഉണ്ടാക്കുന്നവന്മാരുണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ? ശല്യം ഉണ്ടാക്കുന്നവന്മാരാ ഇങ്ങനെ കുത്തി 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 കുത്തി. ഈ പാട്ട് കേട്ടിട്ട് പണി തുടരാം. എനിക്ക് പഴയ പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. ആ, നീ പെട്ടെന്ന് പണി തീർക്ക്. പണി തീരാറായി മുതലാളി. ശുഭ്രഭട്ടാംബരം ചുറ്റി ഒരു സ്വപ്നാടകയെ പോലെ. ശുഭ്രഭട്ടാംബരം ചുറ്റി ഒരു സ്വപ്നാടകയെ പോലെ. എന്റെ പർണശാലയ്ക്കരികിൽ നിൽക്കൂ ശൃംഗാരമോഹിനി. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ഒരു അറിയിപ്പുണ്ട്. അത് കേട്ടതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തുടരാം. ശ്രദ്ധിക്കുക, പാനിക് ചെയ്യാൻ വേണ്ട സാഹചര്യമൊന്നുമില്ല. എന്നാലും ഒരു കാര്യം അറിയിക്കാനാണ്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒരാൾ ചാടിപ്പോയിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനും അലർട്ടാണ്. എങ്കിലും രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കരുത്. ജനമായ സ്ഥലങ്ങളിൽ എങ്ങും പോകാതിരിക്കുക. അതുപോലെ വീടുകളിൽ വാതിലുകൾ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ആളിന്റെ ഫോട്ടോ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്.
ഏത് വേഷത്തിൽ ആയിരിക്കുമെന്ന് ഉറപ്പില്ല. എന്നാലും എന്തെങ്കിലും സംശയം തോന്നിയാലോ മുഖസാദൃശ്യം തോന്നിയാലോ ഉടൻ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ലൊക്കേഷൻ പറയുക. ഫോട്ടോയും പോലീസിനെ കോൺടാക്ട് ചെയ്യേണ്ടുന്ന ഫോൺ നമ്പേഴ്സും ഷെയർ ചെയ്യുന്നുണ്ട്. കിട്ടുന്നവർ ഉടൻ തന്നെ എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുക. എല്ലാവരും കേട്ടല്ലോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. ഒന്ന് ശ്രദ്ധിക്കുക, അത്ര തന്നെ. പോലീസ് നമ്മോടൊപ്പമുണ്ട്. ശരി, ഇനി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പാട്ട് തുടർന്നു കേൾക്കാം. എൻജോയ്. എന്തായാലും ഇതിന്റെ കൂടി ഒരു കുറവുണ്ടായിരുന്നു. ആ പാട്ട് കേൾക്കാനുള്ള മൂടങ്ങ് പോയി. ഇന്നലെ ആ പാവം എവിടെ പോയി കാണും? ആര്? അല്ല, ആ ചാടിപ്പോയവനെ. പാവമോ? പാവമായിരിക്കും. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ തന്നെ ഒരു പാവമല്ലേ മുതലാളി? പാവം. നീ വേഗം പണി തീർക്കാൻ നോക്ക്. മുതലാളിക്ക് പേടിയായി. അവൻ ഇങ്ങോട്ടൊന്നും വരികയില്ല. ഒന്ന് ഇളകണം. എത്ര നേരായി കുത്തുന്നു. ഒന്ന് അനങ്ങ്. എന്താ ഇത്ര കടുപ്പം? ഇനി മതി. നീ പൊയ്ക്കോ. പോകാൻ ഇനി മതി. നീ പൊയ്ക്കോ. മുതലാളി എന്തിനു പേടിക്കണ? എന്തിനു പേടിക്കണത്? എന്തിനാ കൊണ്ട് വന്നേ? എന്തിനു പേടിക്കണത്? പൊയ്ക്കോ. ഒരു ധൈര്യം വേണ്ടത്. എന്തിനു മുതലാളി ഇങ്ങനെ പേടിക്കലാ? എന്തിനു മുതലാളി ഇത്? മുതലാളിയുടെ ഒരു കാര്യം. ഹലോ, ആ ബേബി, ഈ പറമ്പിലാണോ? ഞാനിവിടെ ഉണ്ട്. പണി കഴിഞ്ഞില്ലേ? ഇനി മതി, രാത്രി ലേറ്റ് ആവണ്ട. ഒരുത്തൻ ജയിലിൽ അടിയെന്ന് കിട്ടും. റേഡിയോയിലും ടി വിയിലൊക്കെ പറയുന്നുണ്ട്. നീ ഒരു കാര്യം എടുത്ത് വെച്ച കപ്പെല്ലാം കൂടെ കൂട്ടി ഒരിടത്ത് വെച്ചെന്നാ മതി. നാളെ മകളെ അങ്ങോട്ട് വന്ന് എടുത്തോളും. ഇന്ന് അങ്ങേർക്ക് ഇറങ്ങാൻ പറ്റിയില്ലെന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ ആ ചാടിയവന്റെ ഫോട്ടോ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്. ഞാൻ അയച്ചേക്കാം, നീ നോക്ക്. ക്ലിയർ? ഓക്കെ. മോനോര് ഇവിടെ വന്ന കാര്യം അവൻ അറിഞ്ഞു. ശല്യം ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തന്മാര്. ഇങ്ങനെ കുത്തി കുത്തി കുത്തി. എന്റെ